ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ബിപാഷ ബസുവിന്റെ മേലുള്ള കുറ്റാരോപണം ഇവർ ചെറുപ്പക്കാരെ വഷളാക്കുന്നു എന്നുള്ളതാണ്. ബിപാഷ, കഴിഞ്ഞ 11 വർഷമായിട്ട് എല്ലാവരും നിങ്ങളെ സ്ക്രീനിൽ കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങൾ പറയാം, പിന്നെ ചില സമയങ്ങളിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എല്ലാരും വഷളാക്കുന്നത്? ഞാൻ സോറി പറഞ്ഞ എല്ലാ പ്രശ്നവും തീരത്തില്ലേ? അതെ മേഡം, ഞങ്ങൾ ഇനിയും വഷളാവാൻ ആഗ്രഹിക്കുന്നേ. കണ്ടോ, ഈ ജനറേഷൻ വഷളാവാനാ ഇഷ്ടം. ഇതിനെപ്പറ്റി എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാ, ബീഡി കത്തിച്ചത് കൊണ്ടാണ് എനിക്ക് നിറയെ ലാഭം കിട്ടിയത്. അത് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മാത്രമല്ല ലാഭം ഉണ്ടായത്, ലോകം മുഴുവൻ തന്നെ ആ പാട്ട് നല്ലോണം ഹിറ്റായെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിർമ്മിക്കുന്നവർക്ക് പ്രയോജനപ്രദമാണെന്നാണോ പറഞ്ഞു വരുന്നത്? ഇല്ല, ബീഡി ഞാൻ ആന്റി സ്മോക്കിംഗ് ആണ്. അത് മാത്രല്ല, എനിക്ക് സ്മോക്ക് ചെയ്യുന്നവരെ ഇഷ്ടമല്ല. എല്ലാരോടും സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാ, സ്മോക്കിംഗ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു ഹാബിറ്റാണ്. ബീഡി, സിഗരറ്റ് ഇതൊന്നും തൊടാൻ പാടില്ല. നിക്കോട്ടിന്റെ അടുത്തേക്ക് പോലും പോകാൻ പാടില്ല. ഞാൻ ഇതിനെല്ലാത്തിനും എതിരായിട്ടുള്ള ഒരാളാ. ആരും തൊടാൻ പാടില്ല. ജസ്റ്റ് പാട്ടിന് ഡാൻസ് കളിക്കാൻ മാത്രം കൊള്ളാം. ശരി, നിങ്ങൾ ഉപേക്ഷിച്ചു. എന്നാലും സ്ക്രീനിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്താണ് പറയുന്നത്? ഈ മായ ജാദു ഹേ, നശാ ഹേ, തുജ്കോ ഭുലാ കെ ജാഊ. അത് ആക്ച്വലി എന്താ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. അതായത് ആ പാട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ 20 നൈറ്റ് ഷൂട്ടാ ചെയ്തത്. അതിനുശേഷം പൂജ പറഞ്ഞു നമുക്ക് സോങ് ഷൂട്ട് ചെയ്യാന്ന്. ഡേ ടൈമില്, അതായത് പോണ്ടിച്ചേരിയില് 50 ഡിഗ്രീസില് ഭയങ്കര ഹോട്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ചൂടായിരുന്നതുകൊണ്ട് ഷൂട്ടിൽ എന്താ നടന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഹോട്ടായിരുന്നു, ഞാനും ഹോട്ടായിരുന്നു, പിന്നെ എന്റെ എക്സ് ബോയ് ഫ്രണ്ട് അവൻ ആ സമയത്ത് ഭയങ്കര ഹോട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു ഡയറക്ടർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ബിപാഷ ബാസു എവിടേക്ക് പോകുന്നോ അവിടുത്തെ ടെമ്പറേച്ചർ തന്നെ മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് എന്താ ആൻസർ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്തെങ്കിലും പണിഷ്മെന്റ് തന്നേക്ക്. പണിഷ്മെന്റ് ജഡ്ജി തരും, ബട്ട് സർ അതിനുശേഷം താങ്കൾ ഒരു പാട്ട് പാടി, അതായത് परवाने क्षमा जलाएं जल जाए न बिपाशा, आज तुझे सिखा दूं प्यार की भाषा. നോക്കാ, എനിക്ക് പ്രണയം എന്താന്ന് നല്ലോണം പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാ ഈ പാട്ട് എന്റെ പേരിൽ എഴുതിയത്. അതായത് നല്ല പ്രണയത്തിന്റെ വരികളില്. നിങ്ങള് വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഞാൻ എപ്പോഴും നല്ല ലവബിൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാ. നിങ്ങൾക്കറിയോ, എനിക്ക് ഇപ്പൊ തന്നെ നല്ല പ്രണയത്തിന്റെ ഒരു ക്ലാസ് എടുക്കാൻ കഴിയും. I love you guys. Thank you. താങ്കളുടെ പാട്ട് पड़ गई मैं पूरी तरह सुन हो गई मैं टुन. ഇതൊക്കെ ലിറിസിസ്റ്റ് ആണ് ഈ പാട്ടെല്ലാം എഴുതുന്നത്. ഞാൻ ജസ്റ്റ് ലിപ്സിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഭയങ്കര ഇന്നസെന്റാ. പിന്നെ ഇത് അബ്ബാസ് മുസ്താന്റെ ഫിലിമായിരുന്നു. അദ്ദേഹം എന്റെ ഫേവറേറ്റ് ഡയറക്ടറെ, പൊരഞ്ഞെന്റെ ഫസ്റ്റ് ഡയറക്ടറാ. അദ്ദേഹത്തിനോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്. ഞാൻ പാട്ട് കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അദ്ദേഹം പറയും, ആ സെറ്റിലേക്ക് വാ, വന്നിട്ട് പാടുന്ന്, അതായത് ലിപ്സിംഗ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ അറിഞ്ഞത് താങ്കൾ ഈ പാട്ട് പാടിയിട്ട് ചിക്ലി ചമ്മലിക്ക് ഒരു ടഫ് കൊടുക്കണമെന്നാണ്. അത് സത്യമാണോ? ഐ തിങ്ക് ചിക്നി ചമ്മേലിയിൽ ഐ ഹാവ് സർപാസ്ഡ് എവറിഥിങ്. അത് എവിടോട്ടോ പോയി എത്തിച്ചേർന്നു. ഞാനും ആ പാട്ടിന് വേണ്ടി ഒരുപാട് കളിച്ചതാ. പക്ഷേ ചിക്നി ചമ്മേലി ഒന്നും ഓവർടേക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. പക്ഷേ ഈ കാര്യം സത്യമല്ലേ? താങ്കൾ ഏത് രീതിയിലുള്ള പാട്ട് പാടിയാലും ശരി, അതായത് താങ്കളുടെ ആക്ടിംഗ് ആണെങ്കിലും ശരി, താങ്കൾ പറയുന്ന ഡയലോഗ് ആണെങ്കിലും ശരി, ചെറുപ്പക്കാരെ അത് വഷളാക്കുകയല്ലേ? എന്താ നിങ്ങളെല്ലാരും വഷളായോ? ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. താങ്കളുടെ ജിസം സിനിമയുടെ ഡയലോഗ്, ഞാൻ ആ ഡയലോഗ് പറയാം. ये जिस्म प्यार नहीं जानता, जानता है तो भूख, सिर्फ जिस्म की भूख. അതായത് അത് പിന്നെ ബിപാഷ ബാസു അല്ല കേട്ടോ, അത് സോണിയ എന്നൊരു ക്യാരക്ടറാ. ആ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അത് മാത്രമല്ല, ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫിലിമില് അതായത് ഞാൻ ഫീൽഡിങ് ചെയ്തത്. ഞാൻ ഭട്ട് സാറിൻ്റെ അടുത്തും പൂജയുടെ അടുത്തും പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ചെയ്തേ പറ്റൂന്ന്, എന്നെ ഈ പടത്തിലേക്ക് എടുത്തേക്കെന്നാ പറഞ്ഞേ. അതായത് അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ആക്ട്രസ് ഒന്നും അത്രയ്ക്ക് ബോൾഡ് അല്ലായിരുന്നു.
എന്നെ സംബന്ധിച്ച് ഒരു അഡൽട്ട് ഫിലിം ചെയ്യണമെന്ന് വെച്ചാൽ, അതായത് ഒരു ക്യാരക്ടർ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊരു സാധാരണ പെണ്ണല്ല. ഷി വാസ് ഡിസപ്റ്റഡ്. ഷി വോണ്ടഡ് ടു ലവ് ആൻഡ് ഷി വോണ്ടഡ് ടു ഗെറ്റ് വാട്ട് ഷി വാണ്ട്. അതുകൊണ്ട് എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ, ഹിന്ദി പടത്തിലെ ഹീറോയിൻ എപ്പോഴും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത് പടത്തിലെല്ലാം. എനിക്ക് ആ ഇമേജ് ഒന്ന് നല്ലോണം ചേഞ്ച് ചെയ്യണമെന്നാ തോന്നിയത്. അത് മാത്രമല്ല, ഒരു ആക്ടർ എന്ന രീതിയിൽ എനിക്കതൊരു ചാലഞ്ചിങ് ആയിട്ട് ചില തോന്നി. കാര്യങ്ങൾ താങ്കൾ ഒരിക്കലും മാറ്റില്ല. ഇല്ല. ജിസം സിനിമയിൽ താങ്കളുടെ കിസ്സിംഗ് സീൻ എല്ലാവരും കണ്ടതാണ്. റാസ് 3-ല് അതെ. വളരെ ദൈർഘ്യമുള്ള ഒരു കിസ്സിംഗ് സീനായിരുന്നു സീരിയൽ കിസറിനോടൊപ്പം. അതായത് ഞാൻ എപ്പോഴും പറയുന്ന കിസ്സിങ് ഓൺ സ്ക്രീൻ വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ അത് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജിസിമിൽ ഞാൻ അതിനെക്കുറിച്ച് അധികം ആലോചിച്ചില്ല, ബിക്കോസ് അതെൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ഹെസിറ്റേഷനും ഇല്ലായിരുന്നു. പക്ഷെ അതിനെ ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ ഓ മൈ ഗോഡ് ഇതെന്താന്ന് തോന്നി. സോ അതിന് ശേഷം പിന്നീട് ഒരു ഓൺ സ്ക്രീൻ കിസ് ഉണ്ടായിരുന്നു രൺബീറിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തായിരുന്നു ഇത് ക്യാൻസൽ തന്നെ ചെയ്യണമെന്ന്. പക്ഷെ ആദിത്യ ചോപ്ര ഞാൻ പറയുന്ന ഒന്നും കേട്ടില്ല. അതൊരു ഓക്വേർഡ് മൂമെൻ്റ് എന്നും കൂടെ പറയാം. ആൻഡ് ഫൈനലി ഇറ്റ് ലുക്ക് നൈസ് ഓൺ ദി സ്ക്രീൻ. പിന്നെ അത് ഇമ്രാൻ ഹാഷ്മിയുടെ കൂടെ വന്നപ്പോൾ ഞാൻ നിങ്ങളോടിപ്പോൾ സത്യം പറയാം, ഇമ്രാൻ ഹാഷ്മിയുടെ കാര്യമായപ്പോൾ ഞാൻ എന്താ ആലോചിച്ചെന്ന് വെച്ചാൽ അയാളൊരു സീരിയൽ കിസറാണ്. ഒരുപക്ഷെ ഞാൻ ഭട്ട് സാറിൻ്റെ അടുത്ത് പോയി പറയുകയാണ് ഐ ഡോണ്ട് വോണ്ട് ടു കിസ് ഹിം, ഗെറ്റ് ദ കിസ് ഔട്ട്. എനിക്ക് തോന്നി ആൾക്കാർ എന്നെ പിടിച്ചു നിർത്തി അടിക്കുമെന്ന്. സോ ഐ കാൺ ഡിസപ്പോയിന്റ് ദ ഓഡിയൻസ്. ദിസ് ദ ഫസ്റ്റ് ടൈം ഐ ഡിഡ് നോട്ട് ടെൽ ദ മേക്കേഴ്സ് ദാറ്റ് പ്ലീസ് ടേക്ക് ദ കിസ് ഔട്ട്. ഐ സെഡ് പ്ലീസ് കീപ് ദ കിസ്. ഞാൻ കിസ് ചെയ്യാന്ന് പറഞ്ഞേ. അത് നെവർ എൻഡിങ് ആയിപ്പോയി. അങ്ങനെയൊന്നും അല്ല, നെവർ എൻഡിങ് ഒന്നും അല്ല. സീനിന്റെ ലെങ്ത് കുറച്ച് കൂടുതലായിരുന്നു. ആ സീനാണോ അതോ ആ കിസ്സിംഗ് ആണോ ലെങ്തി ആയത്? പ്രോബ്ലം ഈസ് കിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീനായിരുന്നു അത്. അത് ഭയങ്കര കഷ്ടമായിരുന്നു, ഭയങ്കര കഷ്ടം. ഒരുപാട് തവണ ഞാൻ ഡയലോഗ്സ് തന്നെ മറന്നുപോയി. അതുപോലെ തന്നെ മാധവനോടൊപ്പം അഭിനയിക്കുന്ന സമയത്തും ആ കിസ്സിംഗ് സീനിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടു. അതൊരു ചെറിയ കിസ്സായിരുന്നു, പക്ഷെ ഭയങ്കര വലിയ പ്രോബ്ലം ആയി. അത് എന്താന്ന് വെച്ചാൽ ഹീസ് മൈ ഫ്രണ്ട്. ഒരു ഫ്രണ്ടിന്റെ കൂടെ പെട്ടെന്ന് കിസ് ചെയ്യേണ്ടി വന്നത് അത് കാരണം ഞാനൊരു ചെറുതായിട്ട് ഷാമ്പയിൻ കുടിച്ചിരുന്നു അന്ന്. അതെ കുടിച്ചിരുന്നു, പക്ഷെ ജനറലി കുടിക്കാറില്ല. എനിക്ക് ആൽക്കഹോൾ ഇഷ്ടമേ അല്ല. കഴിച്ചു. അതെങ്ങനെ നിങ്ങൾക്കറിയാവുന്നേ? ചില രഹസ്യങ്ങളൊക്കെ എനിക്കും അറിയാം. ആണോ? അത് പിന്നെ എന്താന്ന് വെച്ചാല് എന്റെ മെമ്മറി ഭയങ്കര മോശമാണ്. എനിക്ക് ഓർമ്മക്കുറവുണ്ട്, അതാ പ്രോബ്ലം. എന്ത് ചെയ്യാനാ, ഞാൻ എല്ലാം മറന്നു പോവും. ഓക്കെ, ആവശ്യമുള്ളപ്പോഴൊക്കെ താങ്കൾക്ക് ഓർമ്മക്കുറവ് ഉണ്ടാകും. ഇല്ല, എപ്പോഴും അങ്ങനെയില്ല. ഇല്ല, അതായത് എൻ്റെ ഓർമ്മ വന്നിട്ടൊരു 3 മാസം ലാസ്റ്റ് ചെയ്യും, അതാ എനിക്കറിയുന്നത്. ചില സമയം ഒരു 3 days മാത്രം ഓർമ്മ വരും. പക്ഷേ ഒരേ രീതിയിലുള്ള റോളുകൾ താങ്കൾക്ക് മാത്രം എങ്ങനെയാണ് കിട്ടുന്നത്? എങ്ങനെയാണ് ഒരേ റോളുകൾ ചെയ്യുന്നത്? എപ്പോഴും ഭാര്യയ്ക്കും ഭർത്താവിനും നടുക്ക് വരുന്ന ഒരു മൂന്നാമത്തെ ക്യാരക്ടറായിട്ട് താങ്കൾ ഒരു തവണ അങ്ങനെ താങ്കൾ സെഡ്യൂസ് ചെയ്യുന്നുണ്ട്, മർഡർ ചെയ്യുന്നുണ്ട്. ടു പ്ലേ ദീസ് കൈൻഡ് ഓഫ് ഡാർക്ക് റോൾസ് എനിക്കിത് വളരെ ഇഷ്ടമാണ്. എന്തെന്ന് വെച്ചാൽ ഞാനൊരു സാധാരണ പെണ്ണ് തന്നെയാണ്. എൻ്റെ ലൈഫും വളരെ ബേസിക് ആണ്. ഡെഫിനറ്റ്ലി ഞാൻ ഫേമസ് ആണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തിയാ നിങ്ങളെല്ലാം എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. സോ ടു ലീവ് ദ ലൈഫ് ഓഫ് സംബഡി എൽസ് വിച്ച് ഈസ് വെരി ഡിഫറെന്റ് ഫ്രം മൈൻ എക്സൈറ്റ്സ് മീ. താങ്കൾ വീട്ടിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. താങ്കളോട് താങ്കൾ അഭിനയിച്ച സിനിമയെക്കുറിച്ചാണ് ഇതുവരെ ചോദിച്ചത്. വീട്ടിൽ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഇപ്പോൾ കണ്ടോളൂ. കാണൂ. ദാ ഇത് നോക്കൂ. ഞാൻ റെസ്റ്റ് എടുക്കാണ്. ഓ, ഇത് റെസ്റ്റ് എടുക്കുന്ന പോലാണോ ഉള്ളത്? റിലാക്സ്. റെസ്റ്റ് എടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ റെസ്റ്റ് എടുക്കണം, അതാണ് ഏറ്റവും നല്ല കാര്യം. സിനിമകളിൽ ഇതുപോലത്തെ റോളുകളൊക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു മാഗസിന്റെ കവറിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതായത് കംഫർട്ട് സോൺ എന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കും, പ്രയോറിറ്റീസും മാറും. അതായത് ഇതിൽ ഒരു കാര്യം പറഞ്ഞാൽ മതിയാവൂ. ആ സമയത്ത് അദ്ദേഹം എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. അതിനുശേഷം പിന്നെ നമ്മള് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ. ഇത് നന്നായിട്ടുണ്ടല്ലോ, വളരെ ഭംഗിയില്ലേ അത് കാണാൻ. എനിക്ക് അതാണ് വളരെ ഇഷ്ടപ്പെട്ടത്. പക്ഷേ റിയൽ ലൈഫിലും ഇതൊക്കെ വെറും ഫോട്ടോ മാത്രമോ? ഞാൻ താങ്കളുടെ ഒരു ഫോട്ടോ കണ്ടിരുന്നു, ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോടൊപ്പം.
അതായത് ഞാൻ മീഡിയയ്ക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ആപ്കെ അദാലത്തിൽ വന്നതുകൊണ്ട് പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞില്ലേ, അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും സംസാരിക്കാം. ഞാൻ റൊണാൾഡോ ഒരു വലിയൊരു ഫാനായിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ ഇപ്പോഴും ഫാനാണ്. ഞാൻ നേരിൽ കാണുമെന്ന് ആഗ്രഹിച്ചു. എല്ലാവരും അത് തന്നെയല്ലേ വിചാരിക്കുക. അതായത് എന്റെ ജേഴ്സിയിൽ അദ്ദേഹം സൈൻ ചെയ്യണമെന്ന്. ആൻഡ് ലൈക്ക് ആൻ എക്സൈറ്റഡ് ഗേൾ. എനിക്ക് പോർച്ചുഗലിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് ഹോസ്റ്റ് ചെയ്യായിരുന്നു ബെങ്കിൻസി ഹിൽറി വാങ്സിന്റെ കൂടെ. അപ്പോഴാ എനിക്ക് മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടി. അതായത് അദ്ദേഹത്തിന്റെ കൂടെ സംസാരിക്കാനുള്ള ഒരു ചെറിയ അവസരം. അതിനുശേഷം ഒരു ചെറിയ പാർട്ടിയിൽ അവരെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു. പിന്നെ റൊണാൾഡോ കാണാൻ ഭയങ്കര ഹൈറ്റാണ്. ഞങ്ങളവിടെ ഡിസ്കോയ്ക്ക് പോയപ്പോൾ അവിടെ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അവിടെ പാപ്പരാസികളൊന്നും അലോഡല്ല. അതുമാത്രമല്ല അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ അടുത്ത് വന്ന് കുനിഞ്ഞിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല എല്ലാവരുടെ കയ്യിലും ഫോൺ ക്യാമറസ് ഉണ്ട്. ഞാൻ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പക്ഷെ അദ്ദേഹം കിസ് ചെയ്തിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ ഫോട്ടോസൊക്കെ പുറത്ത് വന്നില്ല? കിസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോസ് മാത്രം എന്താ വരുന്നത്? സോ ഇതുപോലുള്ള ഡോക്ടർഡ് ഫോട്ടോസ്, അതും ഡോക്ടർഡും അല്ല, ജസ്റ്റ് ഒരു ആംഗിൾ മാത്രം. ഈവൻ ഞാൻ ആ ഫോട്ടോ നോക്കുമ്പോൾ എന്റെ ഫ്രണ്ട് പറഞ്ഞത്, ഐ തിങ്ക് ബിപാഷയെ നോക്കുമ്പോ സൺ ടാബ്ലോയിഡില് ബിപാഷയുടെ ഫോട്ടോ വന്നല്ലോ, അതങ്ങനെ നിങ്ങൾ കണ്ടാലുണ്ടല്ലോ. ഇല്ലില്ല, എനിക്ക് കാണണമെന്നില്ല. ആക്ച്വലി അത് എൻ്റെ ലൈഫിലൊരു എംബാരസിങ് മൊമെന്റ് ആണ്. അതായത് ഞാൻ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ആ സമയത്ത് റിലേഷൻഷിപ്പിലും ആയിരുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ ആണിനെ ചതിക്കുന്ന ഒരു പെണ്ണൊന്നും അല്ല ഞാൻ. ഈ കാര്യം എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ വളരെ സത്യസന്ധമായിട്ട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഞാൻ മുഴുവനായിട്ട് അയാളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ മുഴുവനായിട്ട് എന്നെ തന്നെ അദ്ദേഹത്തിന് കൊടുത്തേനെ. ബിപാഷ, താങ്കൾ ഹോണസ്റ്റായിട്ട് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് താങ്കളെ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ കുറ്റാരോപണം ഇതോടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.